ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നേ എൻ്റെ മോൻ്റെ ഒരു പ്ലെയിൻ ടീഷർട്ടാണ് എടുത്തേക്കുന്നത്. ഇത് പ്ലെയിൻ ആയത് കാരണം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. വൈറ്റ് ടീഷർട്ടും കൂടെയാണ്. അപ്പോൾ ഇതിൽ എന്തേലും ഒരു ഡിസൈൻ ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ അവൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ എ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അത് ഇവിടെ പെൻസിൽ വെച്ച് എഴുതിയിട്ടുണ്ട്. അത് എ വെച്ച് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് പൂക്കളും ഇലയൊക്കെ വരച്ചിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ നോർമൽ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, കഴിനൂലെന്ന് ഇവിടെ പറയാം, എനിക്കറിയത്തില്ല. നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്ന നൂലാണ് ഇത്. അപ്പം ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. അതെല്ലാം കൂടെ വെച്ചിരുന്ന എല്ലാം കെട്ട് പിടിച്ച് ചീത്തയായിപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇത് നമ്മൾ തലമുടിയൊക്കെ പിന്നി എടുക്കത്തില്ലേ, അതുപോലെ പിന്നി വെച്ചേക്കുക കേട്ടോ. അപ്പം നമുക്ക് ഏത് നൂല് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ആദ്യം ആ ലീഫ് തയ്ക്കാമെന്ന് ഓർത്തു. അപ്പോഴത്തേക്ക് നമുക്ക് ഗ്രീൻ കളർ ത്രെഡല്ലേ വേണ്ട. അപ്പം ഇതിൽ നിന്ന് 2 ത്രെഡ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് ത്രെഡ് കിട്ടി, കുരുക്കൊന്നും വീഴത്തില്ല. ഇത് അതുപോലെ ഇരിക്കും, ഒന്നും നമുക്ക് വേസ്റ്റ് ആകത്തില്ല. അപ്പോൾ ഇതൊരു ടിപ്പാണ് കേട്ടോ. ചെയ്യുന്നവർ ഒത്തിരി പേര് കാണും, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞത്. ഇനി നമുക്ക് ഈ ത്രെഡ് നൂലിൽ കോർത്തിട്ട് തയ്ച്ചെടുക്കാവേ. ഇത് ബനിയൻ ക്ലോത്ത് ആയത് കാരണം ഞാൻ ഈ ഫ്രെയിമിൽ നല്ല ലൂസായിട്ടാണ് കൊടുത്തേക്കുന്നത്. കാരണം ബനിയൻ വലിഞ്ഞു പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ്. ഇത് ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റെം സ്റ്റിച്ചാണ് ഇടുന്നത്. ഞാൻ ഈ ടീഷർട്ടിൽ പെയിൻ്റ് അടിക്കാമെന്ന് ആദ്യം ഓർത്ത്. പിന്നെ ഞാൻ കോട്ടൺ മെറ്റീരിയൽ അല്ലാതെ ഞാൻ ഇതുവരെ പെയിൻ്റ് അടിച്ചിട്ടില്ല. അതുമല്ല ഇത് വൈറ്റ് ടീഷർട്ടല്ലേ, എങ്ങാനും കുളമായെങ്കിൽ എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പെയിൻറ്റിങ് ഒക്കെ ഉപേക്ഷിച്ചിട്ട് സ്റ്റിച്ചിങ് ആക്കിയത്. പിന്നെ ഇതാവുമ്പോൾ കളർ പോകുമെന്നുള്ള പേടിയും വേണ്ട, അതുപോലെ സ്പ്രെഡും ആവത്തില്ലല്ലോ, നമുക്ക് നീറ്റായിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇപ്പോൾ വന്ന് എനിക്ക് ഭയങ്കര മടിയായി ഇതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാനായിട്ട്. പക്ഷേ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ സാരികൾ, പ്ലെയിൻ സാരി മേടിച്ച് ഇതുപോലെ ഫുള്ള് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് എനിക്ക് കൊടുക്കും, മമ്മിക്കും കൊടുക്കാനെടുക്കും. അതുപോലെ തന്നെ കുറേ സാരികൾ വിറ്റിട്ടുമുണ്ട്. അങ്ങനെ എൻ്റെ മടിയുടെ അളവ് കൂടി വന്നപ്പോഴത്തേക്കാണ് ഈ സ്റ്റിച്ചിങ് മാറി പെയിൻറ്റിങ്ങും ബീഡ് ഒട്ടിക്കലും ഒക്കെ ആയത്. വീഡിയോയ്ക്ക് ശ്രദ്ധ കൊടുക്കുന്ന കാരണം സ്റ്റിച്ചിങ്ങിൽ വലിയ പെർഫെക്ഷൻ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. എനിക്ക് നമ്മൾ സ്റ്റിച്ചിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിപ്പം 2 പണിയും കൂടെ ഒരുമിച്ച് നടക്കുന്ന കാരണം രണ്ടും ഒരു വൃത്തിയില്ലാത്തൊരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ലീഫ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പൂക്കൾ തയ്ച്ചു കൊടുക്കാം. സെയിം പൂക്കൾ, അതായത് ഈ ലീഫിൻ്റെ അതേ സ്റ്റിച്ച് തന്നെയാണ് ഞാൻ പൂക്കൾക്കും കൊടുക്കുന്നത് കേട്ടോ. പിന്നെ മെറൂൺ കളറിലുള്ള ത്രെഡാണ് എടുത്തേക്കുന്നത്. എനിക്കൊരു വാക്കില്ല ചെയ്യാനായിട്ട്, വീഡിയോ എടുത്തിട്ടേ. ഇങ്ങനത്തെ സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ ചെയ്യുമ്പം വേറെ ആരെങ്കിലും വീഡിയോ എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ തന്നെ സ്റ്റാൻഡിലും വെച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ചെടുത്താലൊന്നും ഒരു പെർഫെക്റ്റ് ആകത്തില്ല. കണ്ടില്ലേ, സെയിം തന്നെയാണ്. ഇത് ചുറ്റോട് ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാവേ. ശരിക്കും പറഞ്ഞാൽ വലിയ കാര്യത്തിൽ ഞാൻ ഔട്ട്ലൈനൊക്കെ പെൻസിലിട്ട് വരച്ചതാണ്. പക്ഷേ ഒരു പ്രയോജനമില്ല, വരച്ചെടുത്തൂടെ ഒന്നും അല്ല തയ്ക്കുന്നത്. എനിക്ക് തോന്നിയ വാക്കി കൂടെ ഒക്കെ തയ്ച്ചെടുക്കുവാണ്. സാരിയിൽ വർക്ക് ചെയ്യുമ്പോഴും ഇതേ അവസ്ഥയാണ്. ആദ്യം 2-3 പൂക്കളൊക്കെ വലിയ കാര്യത്തിൽ വരച്ചെടുത്തൂടെയൊക്കെ തയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ വരയ്ക്കത്തുമില്ല, എനിക്ക് തോന്നുന്ന പോലെ. തയ്പ്പല്ല. 3 കളറിലാണ് കൊടുത്തേക്കുന്നത്. മെറൂണ്, പിങ്ക്, പിന്നെ വയലറ്റ്. സെയിം കളറിൽ കൊടുത്താലും കൊള്ളായിരിക്കും. ഞാൻ ചുമ്മാ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. എനിക്കിങ്ങനെ കൊടുത്താൽ കൊള്ളാൻ തോന്നിയോണ്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇനി ഞാൻ ഓർത്തു എന്ന് എഴുതിയിരിക്കുന്ന ലെറ്റർ എഴുതിയിരിക്കുന്നത് ബ്ലാക്ക് കളർ കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ടിരിക്കും. ദൂരേന്ന് നോക്കിയാലും അത് തെളിഞ്ഞ് കാണുന്ന രീതിയിൽ. ഏറ്റവും സിമ്പിൾ ഡിസൈനാണ്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഗ്യാപ്പ് കാണാതെ ഫുള്ള് അടുക്കിയൊക്കെ തയ്ക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് 2-3 ദിവസം ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇടത്തില്ലല്ലോ. അത് കാരണം ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തേക്കുന്നത്. ഇതിനേക്കാളും സിമ്പിളായിട്ടുള്ള ഡിസൈൻ സ്വപ്നങ്ങളിൽ മാത്രം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അവസാനം കമൻറ്റ് ചെയ്തേക്കണേ. വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല, എന്നാലും ഫൈനൽ ലുക്ക് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പൂക്കൾ കഴിഞ്ഞു കേട്ടോ. ഞാൻ 3 പൂവേ, ചെറുതായിട്ടുള്ള 3 പൂവേ വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി പൂവിൻ്റെ നടുക്ക് ഒരു ഫ്രഞ്ച് നോട്ട് പോലെ വല്ല നമുക്ക് കൊടുക്കാവേ. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ യെല്ലോ കളർ ത്രെഡ് ഇല്ലായിരുന്നു കേട്ടോ. ഞാനത് കാരണം ഒരു ഓറഞ്ച് കളർ ത്രെഡാണ് എടുത്തേക്കുന്നത്. നമുക്കിതിൻ്റെ മിഡിലായിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. കാണുന്നുണ്ടോ? നമ്മുടെ പൂവും ഇലയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈസി ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ആണ്.
ഇങ്ങനെ നോക്കി ചെയ്യുമ്പോഴേ ആ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാവേ. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ എനിക്ക് പഴയ ഒരു ഓർമ്മ വരും. അതായത് കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ട് അവൻ ആദ്യമായിട്ട് കുഞ്ഞുടുപ്പ് ഞാൻ തയ്ച്ചിട്ടായിരുന്നു കേട്ടോ. ആ തയ്ച്ച കുഞ്ഞുടുപ്പിലെല്ലാം ഇതുപോലെ അവൻ്റെ പേര് ആഷ്ലിൻ എന്നൊക്കെ എഴുതിയാണ് തയ്ച്ചിട്ടത്. പിന്നെ അതുപോലെ തന്നെ ആപ്പിളിൻ്റെ പിക്ചർ വരഞ്ഞു. ഇങ്ങനെ കുറേ കുഞ്ഞുടുപ്പ് വൈറ്റിൽ ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. എ ഫോർ ആഷ്ലിൻ അല്ലെങ്കിൽ എ ഫോർ അജോ, രണ്ടോ അവൻ്റെ പേരാണ് വീട്ടിൽ വിളിക്കുന്നതും പുറത്തുള്ള പേരും കേട്ടോ. അപ്പോൾ എൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈസി ഡിസൈനാണ് കേട്ടോ. ഒരു അരമണിക്കൂറിനകത്ത് നമുക്ക് നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എനിക്കിത് നാളെ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് പോകാനുള്ളതാണ്. പള്ളിയിൽ VBSൻ്റെ അവസാന ദിവസം വൈറ്റാണ് ഇടേണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എല്ലാ വർഷവും പ്ലെയിൻ വൈറ്റല്ലേ ഇടുന്നത്. അതുമല്ല ഇതിൽ അവൻ മടക്കി വെച്ചിരുന്നിട്ട് കുറേ ഉറുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദ്വാരമുണ്ട്. അപ്പോൾ അതൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ ആയിട്ട് കുഞ്ഞു ദ്വാരങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യണം. പിന്നെ കാണുമ്പോൾ ഒരു വെറൈറ്റി, ഒരു പുത്തൻ ലുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഈ ടീഷർട്ട്. എപ്പിടി പിടിച്ചിരിക്കാ, കമൻറ്റ് പണ്ടുങ്ക. ബൈ.